അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പൊതുവിൽ ഉന്നയിക്കാറുള്ള ഒരു വാദമാണ്, ഒരു ആക്ഷേപമാണ് ഭീകരവാദികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്നുള്ളത്. ഇസ്ലാം ഒരു ഭീകരവാദത്തിൻ്റെ ആശയമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു തെളിവായിട്ടാണ് പൊതുവിൽ ഈ ഒരു കാര്യം അവർ മുന്നോട്ട് വെക്കാറുള്ളത്. അതായത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 25% മുസ്ലിങ്ങളുള്ളത്. ആ ഒരു 25% ആളുകളാണ് ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന, അതായത് ആഗോളതലത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ തീവ്രവാദ ആക്രമണങ്ങളുടെയും ഒക്കെ പിന്നിൽ, അതായത് ഭൂരിഭാഗം അത്തരം ആക്രമണങ്ങളുടെയും പിന്നിൽ ഈ ഒരു 25%-ഓളം വരുന്ന മുസ്ലിങ്ങളാണ് എന്നാണ് പലപ്പോഴും ഇവർ പറയാറുള്ളത്. ഇത് വളരെ വിശ്വസനീയമായ രീതിയിൽ അല്ലെങ്കിൽ യുക്തിപരമാണ് എന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. അതായത് മുഴുവൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഭീകരവാദ പ്രവർത്തനങ്ങൾ, ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭൂരിഭാഗം അത്തരം ആക്രമണങ്ങളുടെയും പിന്നിൽ മുസ്ലിങ്ങളാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് വളരെ വിശ്വസനീയമായ രീതിയിലൊക്കെ ഇവർ അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു കാര്യം ശരിയാണ് എന്ന് പലരും ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ സമാധാനപരമാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ പോലും, അവരിലും ചിലരെങ്കിലും ഈ ഒരു കാര്യം ഭീകരവാദികളിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഒരു പരിധിവരെയെങ്കിലും ശരിയാണ് എന്ന് ധരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഏതുപോലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും തീവ്രവാദികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നത് എത്രമാത്രം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള, അടിസ്ഥാനരഹിതമായിട്ടുള്ള, യുക്തിരഹിതമായിട്ടുള്ള വാദമാണോ, അതുപോലെ തന്നെ അടിസ്ഥാനമില്ലാത്തൊരു വാദമാണ് ഭീകരവാദികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളതിലുപരി മതം എന്നുള്ളൊരാശയത്തിന് തന്നെ തീവ്രവാദത്തിന് പ്രേരണ നൽകുന്നതിൽ വലിയ പങ്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വളരെ ചുരുങ്ങിയ, വളരെ ചെറിയൊരു ശതമാനം മാത്രമേ തീവ്രവാദത്തിന് പ്രേരണയായിട്ട് മതം വർത്തിക്കുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഈ മേഖലയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അതായത് ലോകത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങൾ, ആ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു വാർഷിക റിപ്പോർട്ടാണ്. ഏതാണ്ട് 160 രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ നിരന്തരം അവർ ചൂണ്ടിക്കാണിക്കുന്ന തീവ്രവാദത്തിൻ്റെ പ്രധാന പ്രേരക ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതായത് രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, അഴിമതി, അതുപോലെ തന്നെ പൂർ ഗവൺനൻസ്, വളരെ മോശം രീതിയിലുള്ള ഭരണവ്യവസ്ഥ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിൻ്റെ പ്രധാന പ്രേരക ഘടകങ്ങളായിട്ട് അവർ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് എന്നുള്ള നിലയ്ക്ക് അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 2007 മുതൽ 2023 വരെ ഈ ഒരു കാലയളവിൽ നടന്നിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളല്ല അല്ലെങ്കിൽ ഭീകരവാദപരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ 98% ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് സംഘർഷബാധിതമായിട്ടുള്ള രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മതത്തിനിതിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ വലിയ പങ്കൊന്നും മതം വഹിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു പഠനം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ട് ഈ മേഖലയിൽ നടന്നിട്ടുള്ള മറ്റൊരു പഠനമാണ് അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് പേപ്പ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ സൂയിസൈഡ് ടെററിസ്റ്റ് അറ്റാക്സ്, അതായത് ചാവേർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം തൻ്റെ പഠനം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1980 മുതൽ 2003 വരെ, പിന്നീട് തുടർന്ന് മറ്റൊരു പഠനത്തിൽ അദ്ദേഹം അത് 2010 വരെയും തൻ്റെ പഠനത്തിൻ്റെ ആ ഒരു കാലയളവ് നീട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നടന്നിട്ടുള്ള ചാവേർ ആക്രമണങ്ങളൊക്കെ തന്നെ പഠനവിധേയമാക്കിയതിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് തൻ്റെ കണ്ടെത്തൽ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ആക്രമണങ്ങളൊക്കെ തന്നെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രേരകമായി വർത്തിക്കുന്നത് ഭൗമരാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ്, അതല്ലാതെ മതത്തിന് അതിൽ പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക, അതായത് ലോകത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നതിൽ മതത്തിന് തന്നെ യാതൊരു പങ്കുമില്ല. അതായത് ഏതാണ്ട് 2% അല്ലെങ്കിൽ 5% മാത്രമാണ് മതത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഭീകരാക്രമണങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉള്ളത്. അവിടെയാണ് ചില ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഒരു മതം മാത്രം, അതായത് ഇസ്ലാം എന്നുള്ള ഒരു മതം മാത്രമാണ് ഭൂരിഭാഗം ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഇത്തരം വാദങ്ങളുടെ അർത്ഥശൂന്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന രാഹിത്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കണക്കുകളൊന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത്
ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലുള്ള പ്രാമാണികമായിട്ടുള്ള കണക്കുകൾ, ഇതൊന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. നേരെ മറിച്ച് ഞങ്ങൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഭീകരവാദം നടത്തുന്ന ആളുകളുടെ മതം മാത്രം അന്വേഷിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നോക്ക് എത്രമാത്രം മുൻവിധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, എത്രമാത്രം യുക്തിരഹിതമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവലംബിക്കുന്നതെന്ന്. പക്ഷേ വാദത്തിന് വേണ്ടി ഇനി ഈ ഒരു മാർഗം തന്നെ അവലംബിച്ചാലും, അതായത് ഭീകരവാദികളുടെ മതം എന്താണ് അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള ആശയം എന്താണ് എന്ന് മാത്രം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും മുസ്ലിങ്ങളാണ് ഭീകരവാദികളിൽ ഭൂരിഭാഗം എന്ന് പറയുന്നതിനുള്ള യാതൊരു അടിസ്ഥാനവും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല, ആ ഒരു വാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ്, അതായത് ലോകത്തിൽ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്സ്, ഭീകരവാദ ആക്രമണങ്ങൾ, അതെല്ലാം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു ഡാറ്റാബേസാണ്. ഇതിൽ ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിലുള്ള പ്രേരകം എന്ത് എന്നതിലുപരി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണ്, അവരുടെ ലേബൽ എന്താണ് എന്നാണ് കൃത്യമായിട്ട് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഡാറ്റാബേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിൽ വ്യത്യസ്തമായ ആശയധാരകളിൽപ്പെട്ട ആളുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ, അതുപോലെ തന്നെ സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വേറെ തന്നെ രാജ്യം വേണമെന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗ്രൂപ്പുകൾ, ഇവരൊക്കെയാണ് ഭൂരിഭാഗം ഇത്തരം ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. മുസ്ലിങ്ങളുടെ പങ്ക് ഇതിലും വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് പഠനങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് നടന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഫ്രഞ്ച് ലിബറൽ ടാങ്ക് ആയിട്ടുള്ള ഫോണ്ടാപോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ യൂറോപോൾ എല്ലാ വർഷവും ഏതാണ്ട് 2007 മുതൽ എല്ലാ വർഷവും ഒരു വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു റിപ്പോർട്ടുകൾ അവർ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ എല്ലാ വാർഷിക റിപ്പോർട്ടുകളും അത്തരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന എല്ലാ വാർഷിക റിപ്പോർട്ടുകളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി ഓഫീസ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ ഇതെല്ലാം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ അവരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു ശതമാനം മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു പഠനം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡിഫമേഷൻ ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അല്ല. യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ നടത്തിയൊരു പഠനത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ എക്സ്ട്രീമിസം റിലേറ്റഡ് മേഡേഴ്സ്, അതായത് ഭീകരവാദ പ്രവർത്തനവുമായി അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അതിൽ 71% നടത്തിയിട്ടുള്ളത് ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആണ്. അതായത് തീവ്ര വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പുകളാണ് അത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മുസ്ലിങ്ങൾക്കിതിൽ വലിയ പങ്കില്ല, വളരെ ചെറിയൊരു പങ്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്ന ആളുകളുടെ മതം മാത്രം, അല്ലെങ്കിൽ അവരുടെ ആശയം, അവരുടെ പിന്നിലുള്ള ആശയധാര എന്താണ് എന്ന് മാത്രം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിച്ചാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഉദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറ്റിയിട്ട് ഇത്രയും ഭീകരമായിട്ടുള്ള, ഇത്രയും ഭയാനകമായിട്ടുള്ള, ലോകത്ത് ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ള ഉത്തരവാദികൾ എന്നുള്ള ഒരു ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ന്യായമായിട്ടും ഒരു ചോദ്യം ഉയരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായിട്ട് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങൾ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ, അതായത് അത്തരം പ്രവർത്തികളുടെ പിന്നിലുള്ളത് മുസ്ലിങ്ങളാണെങ്കിൽ അതിന് വളരെയധികം മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ, അതല്ലെങ്കിൽ സ്റ്റോറീസ് തയ്യാറാക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള, അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിൽ മുസ്ലിങ്ങളെ ചിത്രീകരിക്കുന്ന, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ സമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങളെ ചിത്രീകരിക്കുന്ന പഠനങ്ങളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിൽ
ഒട്ടുമിക്കതും തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിൽ വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മീഡിയ ടെന്നർ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. UK സെൻറ്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ പാത്ത് നെറ്റ്വർക്ക് എന്നുള്ളൊരു ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. അവരും ഓസ്ട്രേലിയയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏത് രീതിയിലാണ് മുസ്ലിങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ട് അവർ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് വളരെയധികം അതിന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു, ആ വാർത്തകൾ മാധ്യമ ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റുന്നു എന്നാണ് ഈ ഒരു കാര്യം കൂടുതൽ സ്പഷ്ടമാക്കി തരുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം ഭയാനകമായൊരു അവസ്ഥയാണ് ഇത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു സുപ്രധാനമായ പഠനമാണ് ജസ്റ്റിസ് ക്വാർട്ടർലി എന്നുള്ള ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പഠനത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിലുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന് ഏതാണ്ട് 357% കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പൊതുവിൽ നമുക്കറിയാം മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മാധ്യമത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതറിയാം. പക്ഷേ അതിൻ്റെ ഒരു റേറ്റ് അത് എത്രമാത്രം അധികമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇതേ പഠനത്തിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേ കാര്യം ഏറ്റവും പ്രസക്തമായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളെ മാത്രം എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാധ്യമ ശ്രദ്ധ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു റേറ്റ് 758% വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം വളരെ വ്യക്തമായിട്ട് മുസ്ലിങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടും മുസ്ലിങ്ങളൊരു സമാധാന പ്രിയരല്ല, നേരെ മറിച്ച് സമാധാനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ആസൂത്രിതമായിട്ട് ഒരു ശ്രമം നടക്കുന്നതെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായൊരു പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതുപോലെ തന്നെ മറുഭാഗത്ത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുന്നുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണെങ്കിൽ തന്നെയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അനീതി അത് വളരെ കുറച്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരിക്കലും തന്നെ അത് ചെറുതാകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരിക്കലും തന്നെ ചെറുതായി കാണാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് നൽകുന്ന അധ്യാപനം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആൻ്റെ 5-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു നിരപരാധിയായ വ്യക്തിയെ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ അത് മുഴുവൻ മനുഷ്യകുലത്തെയും വധിക്കുന്നതിന് തുല്യമാണെന്ന്. ഒരൊറ്റ നിരപരാധിയെ വധിക്കുന്നത് മുഴുവൻ മനുഷ്യകുലത്തെയും വധിക്കുന്നതിന് തുല്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഡെഫിനിഷനായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഒരു വിശ്വാസി, ഒരു വ്യക്തി ഏതുവരെ താൻ സ്വന്തം ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരനും മറ്റുള്ളവർക്കും ഏതുവരെ ആഗ്രഹിക്കുന്നില്ലയോ അതുവരെ ആ ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു അൻ യദിഹി വലിസാനി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയിൽ നിന്നാണോ ജനങ്ങൾ, ഏതൊരു വ്യക്തിയുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ ജനങ്ങൾ സുരക്ഷിതരായിട്ടുള്ളത്, ആ ഒരു വ്യക്തിയാണ് യഥാർത്ഥ മുസ്ലിം എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു രീതിയിലുള്ള അനീതിയും ഒരു രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനവും ഒരു രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനവും ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. ആരെങ്കിലും അത്തരത്തിൽ മുസ്ലിം നാമധാരി ആയിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി യഥാർത്ഥ മുസ്ലിം അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ലോകത്ത് നടക്കുമ്പോൾ, സംഭവിക്കുമ്പോൾ മുസ്ലിങ്ങൾ അതിനെതിരെ വളരെ ശക്തമായിക്കൊണ്ട് ശബ്ദമുയർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പൊതുവിൽ ഉന്നയിക്കാറുള്ള മറ്റൊരു തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ചെറിയ ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ തന്നെയും അവർക്ക് മറ്റ് മുസ്ലിങ്ങളുടെ ഒരു സൈലൻറ്റ് സപ്പോർട്ട്, അതായത് നിശബ്ദമായിട്ടുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും തന്നെ ഇത് ശരിയല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് എപ്പോഴെല്ലാം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നു, അപ്പോഴെല്ലാം തന്നെ മുസ്ലിങ്ങൾ ഒന്നടങ്കം അതിനെതിരെ ശക്തമായിക്കൊണ്ട്
അതിനെതിരെ ശബ്ദമുയർത്തുകയും അതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗാലപ്പ് പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയൊരു പഠനത്തിൽ കാണാൻ സാധിക്കുന്നത് 93% മുസ്ലിങ്ങൾ, ആഗോളാടിസ്ഥാനത്തിൽ 93% മുസ്ലിങ്ങളും സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള വയലൻസിനെ ഒരു രീതിയിലും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ ശക്തമായി അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ശതമാനം, അതായത് 93% എന്നുള്ളത് മറ്റൊരു സമുദായത്തിലും കാണാൻ സാധിക്കുന്നതല്ല എന്നും വളരെ വ്യക്തമായിട്ട് ആ ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്യൂർ റിസർച്ചും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മുസ്ലിങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇസ്ലാമിനെതിരെ ഇത്രമാത്രം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഒരു യഥാർത്ഥ മുസ്ലിം പ്രതികരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടും വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായ, വളരെ സ്പഷ്ടമായ അധ്യാപനം നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അതായത് തിന്മയെ നന്മ കൊണ്ട് നേരിടുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരാണോ നിങ്ങളുടെ കടുത്ത ശത്രുവായിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളുടെ ഉറ്റ സഹോദരനായി മാറും എന്നുള്ള വളരെ മഹത്തായ ഒരു അധ്യാപനമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ കടമ എന്ന് പറയുന്നത് ആ ഓരോ കള്ളത്തരത്തിനെതിരെയും നമ്മൾ സത്യം കൊണ്ട് പോരാടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾക്കെതിരെയും നമ്മൾ സ്നേഹം കൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും ഇസ്ലാമും നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നാം സ്വന്തം ഒരു സമാധാനത്തിൻ്റെ വാഹകരായി മാറുക എന്നുള്ളതാണ്. പ്രാവർത്തിക രൂപത്തിൽ നാം ഈ ഒരു മാതൃക നമ്മുടെ സമൂഹത്തിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രൊപ്പഗണ്ടകളും ഒന്നും തന്നെ വില പോകില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും.